കരുണയുടെ അവസാന നാളുകൾ 15. കരുണയുടെ സമയം കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ മക്കളെ, ആകുലതയുടെ, വിനാശത്തിൻ്റെ, ക്ഷാമത്തിൻ്റെ നാളുകൾ അടുത്തു വരുന്നു. എൻ്റെ ഉപകരണങ്ങളിലൂടെ, അതായത് തിരഞ്ഞെടുത്ത ആത്മാക്കളിലൂടെ ഞാൻ അവരെ എത്ര തന്നെ മാനസാന്തരത്തിലേക്ക് വിളിച്ചിട്ടും ഈ മനുഷ്യകുലം എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുന്നു. അവർ തങ്ങളുടെ മുഖമല്ല പുറമാണ് എൻ്റെ നേരെ തിരിക്കുന്നത്. ഈ കാലത്തെ ഉദ്ദേശിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭൂരിപക്ഷത്തെയും എൻ്റെ മുന്നറിയിപ്പ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പിടികൂടുന്നത്. കരുണയുടെ സമയത്തിൻ്റെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ നീതി ആഗതമാകുന്നതിന് മുൻപേ സംഭവിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പും അത്ഭുതവുമായിരിക്കും. സ്വർഗത്തിൽ നിന്നുള്ള അടയാളങ്ങൾ കൂടുതൽ തീവ്രമായി സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. സൃഷ്ടിയുടെ രൂപാന്തരീകരണം വേഗതയാർജിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപൊരിക്കലും ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗീയ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും സംഭവിക്കുന്നു. സ്വർഗം മാനവവംശത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് നൽകുന്ന അടയാളങ്ങളും വെളിപ്പെടുത്തലുകളും തന്നെ. എന്നാൽ മനുഷ്യർ ആത്മീയമായി മന്ദതയിൽ തന്നെ തുടരുന്നു. മന്ദോഷ്ണരും പാപികളുമായ പാവമാത്മാക്കളെ, ഞാൻ അനുവദിക്കുന്ന മനസാക്ഷിയുടെ പ്രകാശന വേളയിലും നിങ്ങൾ അതേ മന്ദോഷ്ണതയിലും പാപത്തിലും തന്നെയായിരിക്കും. അനുതപിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല. 16. നീതിയുടെ ദിവസങ്ങളുടെ ആരംഭം. എൻ്റെ ജനമേ, എൻ്റെ നീതിയുടെ ശിക്ഷയുടെ ആരംഭമായിരിക്കും ഇത്. സൂര്യൻ ഈ ദുരിതങ്ങൾ വിളിച്ചു പറയും. ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ആകാശം നിലവിളിക്കും. എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ നീതി ആത്മാക്കൾ ശ്രവിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട സമയത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. തീർച്ചയായും എൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ രാജാവും കർത്താവുമായിരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളാകട്ടെ ജ്ഞാനസ്നാന വേളയിൽ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്ത വിശ്വാസത്തെ മലിനപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. നോക്കൂ, പിശാച് സത്യമായും ഒരു കവർച്ചക്കാരനാണ്. കാരണം അവൻ പാപപ്രലോഭനങ്ങൾ വഴിയും വ്യാജ വാഗ്ദാനങ്ങൾ വഴിയും തനിക്കു വേണ്ടി ആത്മാക്കളെ മോഷ്ടിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ രക്തം നൽകി വീണ്ടെടുത്ത മനുഷ്യാത്മാവ് ഇപ്പോൾ അവന് അവകാശപ്പെട്ടതായിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് അവൻ എൻ്റെ കൽപ്പനകൾ ബോധപൂർവം നിരസിക്കുകയും പിശാചിനെ അനുസരിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ പിശാചും നല്ലവനായാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവൻ തൻ്റെ ദുഷ്ട മനസ്സിനാൽ വീണുപോവുകയും എൻ്റെ ശത്രുവായിത്തീരുകയും ചെയ്തു. ഞാനിപ്പോൾ അങ്ങേയറ്റം വെറുക്കപ്പെടുന്നുവെങ്കിലും എൻ്റെ കരുണ യാചിക്കുകയും എൻ്റെ മുൻപിൽ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും അവരെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനും തക്കവിധത്തിൽ ഞാൻ അത്രമേൽ കരുണാമയനാണ്. എന്നാൽ എന്നെ തുടർന്നും ദ്വേഷിക്കുന്നവരെയാകട്ടെ സന്ദർശിക്കുന്നത് എൻ്റെ നീതിയായിരിക്കും.